Hello my dear students, welcome to our online classes. Today we are going to discuss how to write a profile. As we all know, it is a sure question in the exams of Standard 8, 9 and 10. It is an easy question because all the hints to prepare a profile are there in the question paper itself. We should develop it into a paragraph. 8, 9, 10 ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് എക്സാമിന് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരികയാണ്. സോ വാട്ട് ഈസ് എ പ്രൊഫൈൽ? എ പ്രൊഫൈൽ ഈസ് എ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓർ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ജീവചരിത്രക്കുറിപ്പ് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ലഘുവായ ഒരു വിവരണക്കുറിപ്പ്, അതാണ് പ്രൊഫൈൽ. അപ്പോൾ എന്തൊക്കെ ഹിൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് തരുന്നത്? മെയിൻലി നെയിം ഓഫ് ദി പേഴ്സൺ. ഏത് വ്യക്തിയെക്കുറിച്ചാണോ പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത് ആ വ്യക്തിയുടെ പേര്. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, നെയിം ഓഫ് പാരൻസ്, എഡ്യൂക്കേഷൻ, മേജർ വർക്ക്സ്, അവാർഡ്സ്, ഡെത്ത്. ഇത്രയുമാണ് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് തരുന്ന ഹിൻസ്. ഇതിന് പുറമെ അഡീഷണലായിട്ടുള്ള ചില ഡിഫറെൻറ്റ് ഹിൻസും വന്നേക്കാം. സോ ഇത്രയും ഹിൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ആക്കി ഈ സൂചനകളെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ഹൗ ക്യാൻ വി ഡെവലപ്പ് ഗിവൺ ഹിൻസ് ഇൻ ടു എ പ്രൊഫൈൽ? തന്നിരിക്കുന്ന സൂചനകളെ നമുക്ക് എങ്ങനെ ഒരു പ്രൊഫൈലാക്കി മാറ്റാം? തന്നിരിക്കുന്ന സൂചനയെ എങ്ങനെ ഒരു സെൻറ്റൻസാക്കി മാറ്റാം? അപ്പോൾ നമ്മുടെ ഉള്ളിൽ വി ഹാവ് ടു ക്രിയേറ്റ് എ ഫ്രെയിം. ഒരു ഫ്രെയിം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റൈറ്ററിനെ കിട്ടിയാലും ഈസി ക്വസ്റ്റ്യൻ ഫോർ അസ്, നമുക്ക് ഈസി ആയിട്ട് അതിനെ സെൻറ്റൻസാക്കി മാറ്റാൻ കഴിയും. ഓക്കെ, ലുക്ക്, ഫസ്റ്റ് ഹിൻ്റ് എന്ന് പറയുന്നത് ബർത്ത് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ചിലപ്പോൾ ബർത്തിന് പകരം ബോൺ എന്ന് തന്നിരിക്കും, ചിലപ്പോൾ ബർത്ത് എന്ന് തന്നിരിക്കും, ബർത്തിൻ്റെ കൂടെ പ്ലേസ് ഓഫ് ബർത്തും. ഫസ്റ്റ് തിങ് വി ഹാവ് ടു റിമെമ്പർ ഈസ് വി ഷുഡ് ഗീവ് എ ടൈറ്റിൽ ടു ദി പ്രൊഫൈൽ. ഈ പ്രൊഫൈലിന് നമ്മളൊരു ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ഏത് എഴുത്തുകാരൻ്റെ പ്രൊഫൈൽ, ഏത് എഴുത്തുകാരനെ കുറിച്ചുള്ള പ്രൊഫൈലാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്, ആ വ്യക്തിയുടെ പേര് തന്നെ നമ്മൾ എന്തായിട്ട് നൽകണം? ടൈറ്റിലായിട്ട് നൽകണം. സാധാരണ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള എഴുത്തുകാരെക്കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. പഠിച്ച പാഠങ്ങൾ എഴുതിയ വ്യക്തികളെക്കുറിച്ചായിരിക്കും സാധാരണയായി ചോദിക്കാറുള്ളത്. അപ്പോൾ ഏത് എഴുത്തുകാരൻ, അതൊരു റൈറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഫസ്റ്റ് കൊടുക്കുക. ദെൻ അടുത്ത സൂചന എന്ന് പറയുന്നത് നെക്സ്റ്റ് ബർത്ത് തന്നിരിക്കും. അത് മിക്കവാറും ബോൺ എന്ന് തന്നിരിക്കും, അല്ലെങ്കിൽ ബർത്ത് എന്ന് തന്നിരിക്കും. രണ്ടായാലും നമ്മൾ എഴുതുമ്പോഴത്തേക്ക് സെൻറ്റൻസാക്കി മാറ്റുമ്പോൾ അത് പാസീവ് ഫോമായി മാറും. അതായത് വാസ് ബോൺ, ബർത്ത് എന്തായിട്ട് മാറണം? വാസ് ബോൺ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ്, ഇതിന് ഈ ഹിൻറ്റിന് വി ഹാവ് ടു ഡെവലപ്പ് ഇറ്റ് ഇൻ ടു എ സെൻറ്റൻസ്. So first we have to write the name of the person. For example, നമ്മൾ എന്താണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ, അല്ലെങ്കിൽ ചാൾസ് ഡി കോസ്റ്റർ, അല്ലെങ്കിൽ റസ്കിൻ ബോണ്ട്, ആരുടെ പ്രൊഫൈലാണോ തന്നിരിക്കുന്നത്, ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദി ടൈറ്റിൽ. ടൈറ്റിലും നെയിം തന്നെ കൊടുക്കുക. ദെൻ വി സ്റ്റാർട്ട് ദി പാരഗ്രാഫ് വിത്ത് ദ നെയിം ഓഫ് ദി പേഴ്സൺ. ഏത് വ്യക്തിയെക്കുറിച്ചാണോ പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത് ആ വ്യക്തിയുടെ പേര് വെച്ചിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഫേമസ് റൈറ്റർ ആണെങ്കിൽ ആ പേരിന് വിശേഷണമായിട്ട് നമുക്ക് ദ ഫേമസ് റൈറ്റർ റസ്കിൻ ബോണ്ട്, ദി ഫേമസ് റൈറ്റർ രവീന്ദ്രനാഥ് ടാഗോർ, ദി ഫേമസ് റൈറ്റർ ചാൾസ് ഡി കോസ്റ്റർ. ഇങ്ങനെ വേണമെങ്കിൽ
ആ ഒരു വിശേഷണം നൽകിക്കൊണ്ടും തുടങ്ങാം, അല്ല എങ്കിൽ ആ വ്യക്തിയുടെ പേര് വെച്ച് തന്നെ തുടങ്ങാം. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ, ചാൾസ് ഡി കോസ്റ്റർ വാസ് ബോൺ, അല്ലെങ്കിൽ റസ്കിൻ ബോണ്ട് വാസ് ബോൺ. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ ബോൺ, ഡേറ്റ് ഓഫ് ബർത്ത് വിത്ത് മന്ത് ഓർ ഇയർ, ഡേറ്റ്, മന്ത്, ഇയർ, ഈ 3 കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് മുൻപ് കൊടുക്കേണ്ട പ്രിപ്പോസിഷൻ ഓൺ. ഏത് പ്രിപ്പോസിഷൻ കൊടുക്കണം? ഓൺ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ തന്നിരിക്കുന്നത് ഡേറ്റ് ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട് എങ്കിൽ വി ഹാവ് ടു പുട്ട് ദി പ്രിപ്പോസിഷൻ ഓൺ ബിഫോർ ദി ഡേറ്റ്. ഡേറ്റിന് മുമ്പ് ഏത് പ്രിപ്പോസിഷൻ നൽകണം? ഓൺ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബർത്ത് എങ്ങനെ മാറി? രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഓൺ ദ ഡേറ്റ്. ഇപ്പോൾ 25th മാർച്ച് ആണെങ്കിൽ 25th മാർച്ച് 2020. ഇനി വെറുതെ 2020 എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ എന്ത് കൊടുക്കുക? രവീന്ദ്രനാഥ് ടാഗോർ അല്ലെങ്കിൽ എനി പേഴ്സൺ, നമ്മൾ ഏത് വ്യക്തിയും 2020 എന്നുള്ളത് ഒരു ഇമാജിനറി ഡേറ്റ് പറയുകയാണ്. വാസ് ബോൺ ഇൻ 2020. അപ്പോൾ അവിടെ വന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ സൂചനയായി തന്നിരിക്കുന്നത് ഡേറ്റ് അടക്കം മാസം, വർഷം ഉണ്ടെങ്കിൽ ആ ഡേറ്റിന് മുൻപ് കൊടുക്കേണ്ട പ്രിപ്പോസിഷൻ ഓൺ. വെറും വർഷം മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഇൻ. ഓക്കെ. പ്ലേസ് ഓഫ് ബർത്ത്, രണ്ടാമത്തെ സൂചനയായിട്ടും പ്ലേസ് ഓഫ്, ജനിച്ച സ്ഥലം രണ്ടാമത്തെ സൂചനയായിട്ടും തരാം. ഫസ്റ്റ് സൂചനയ്ക്കൊപ്പം പ്ലേസ് ഓഫ് ബർത്തും തന്നിരിക്കാം. അപ്പോൾ ജനിച്ച സ്ഥലം ഒരു സ്ഥലമാണ് തന്നിട്ടുള്ളതെങ്കിൽ യു ഹാവ് ടു പുട്ട് ദി പ്രിപ്പോസിഷൻ ഇൻ. 2 സ്ഥലങ്ങൾ, ഇപ്പോൾ കോഴിക്കോടെന്നും തന്നിട്ടുണ്ട്, കേരള എന്നും തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് അറ്റ് ബിഫോർ ദി സ്മോൾ പ്ലേസ് ആൻഡ് ഇൻ ബിഫോർ ദി ലാർജ് പ്ലേസ്. 2 സ്ഥലങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ചെറിയ സ്ഥലത്തിന് മുൻപ് അറ്റും, വലുതിന് മുൻപ് ഇൻ. ഓക്കെ, ക്യാൻ യു ഫോളോ മീ? ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ബർത്ത് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് തന്നിരുന്നാൽ അതെങ്ങനെ സെൻറ്റൻസ് ആക്കി മാറ്റും? അപ്പോൾ നമ്മുടെ ഉള്ളിൽ വി ഹാവ് ടു ക്രിയേറ്റ് എ ഫ്രെയിം. അതായത് ബർത്ത് വന്നാൽ വാസ് ബോൺ, ബർത്തിന് സൂചനയായിട്ട് തന്നിരിക്കുന്നത് വിത്ത് ഡേറ്റ് അടക്കമുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ ആ ഡേറ്റിന് മുൻപ് ഓൺ എന്ന പ്രിപ്പോസിഷൻ, വെറും ഇയർ മാത്രമാണെങ്കിൽ ഇൻ. ഇനി ജനിച്ച 2 സ്ഥലങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ഥലത്തിന് മുൻപ് അറ്റും, വലുതിന് മുൻപ് ഇന്നും. ഒരു സ്ഥലമാണെങ്കിൽ ഇൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹിൻഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു? വി ഹാവ് ടു റൈറ്റ് ദി നെയിം ഓഫ് ദി പേഴ്സൺ ആൻഡ് ദെൻ ബോൺ അല്ലെങ്കിൽ ബർത്ത് എങ്ങനെ മാറുന്നു? വാസ് ബോൺ. ഏത് റൈറ്ററോ ആയിക്കോട്ടെ, ബർത്ത് അല്ലെങ്കിൽ ബോൺ എന്തായി മാറുന്നു? വാസ് ബോൺ. അടുത്ത ഡേറ്റിന് മുൻപിൽ എന്ത് പ്രിപ്പോസിഷൻ? ഓൺ. അതുപോലെ തന്നെ വർഷം മാത്രമാണ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻ. 2 സ്ഥലങ്ങളുണ്ടെങ്കിൽ ചെറിയ സ്ഥലത്തിന് മുൻപ് അറ്റും, വലുതിന് മുൻപ് യു ഹാവ് ടു പുട്ട് ദി പ്രിപ്പോസിഷൻ ഇൻ ബിഫോർ ദി ലാർജർ പ്ലേസ്. ഓക്കെ. Then we are moving to the second hint. Second hint, famous as. ഏതൊക്കെ മേഖലകളിലാണ് അദ്ദേഹം പ്രശസ്തൻ എന്നുള്ളത്. ഫേമസ് അസ്. ഇനി നമ്മൾ കൊടുക്കുന്ന സെൻറ്റൻസുകളുടെ ഒക്കെ തുടക്കത്തിൽ മെയിൽ റൈറ്റർ ആണെങ്കിൽ ഹി, ഫീമെയിൽ റൈറ്റർ ആണെങ്കിൽ ഷീ, ഈ ഒരു ഇത് മതി. ഇനി പേര് കൊടുക്കേണ്ട കാര്യം ഇല്ല. പേര് ആ ഫസ്റ്റ് സെൻറ്റൻസിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയാകും. അപ്പോൾ ഫേമസ് അസ് എങ്ങനെ എഴുതാം? ഹി അല്ലെങ്കിൽ ഷീ, ഈസ് അല്ലെങ്കിൽ വാസ്, രണ്ടും കൊടുക്കാം. ഫേമസ് അസ് എന്ന് കൊടുക്കുക. ഏതൊക്കെ മേഖലകളിലാണ് ഫേമസ് എന്നുള്ളത് എഴുതുക. അപ്പോൾ ഫേമസ് അസ് എങ്ങനെ മാറുന്നു? ഫേമസ് അസ് എന്നുള്ളതിന് മുൻപ് ഹി ഈസ് അല്ലെങ്കിൽ ഹി അല്ലെങ്കിൽ ഷീ ഈസ് അല്ലെങ്കിൽ വാസ്. ഫേമസ് അസ്. അടുത്ത ഹിൻഡ് പാരൻസ്. പാരൻസ് എങ്ങനെ മാറുന്നു?
അതും തുടക്കത്തിൽ എന്ത് നമ്മൾ കൊടുക്കുന്നു? ഹി അല്ലെങ്കിൽ ഷീ ഇസ് ദി സൺ അല്ലെങ്കിൽ ഡോട്ടർ ഓഫ്. പാരൻസിൻ്റെ പേര് എഴുതുക. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അൽമ മാറ്റർ, തുടക്കത്തിലുള്ള വിദ്യാഭ്യാസം, അതാണ് അർത്ഥമാക്കുന്നത്. തുടക്കം നമ്മൾ എന്ത് കൊടുക്കുന്നു? മെയിൽ റൈറ്റർ ആണെങ്കിൽ ഹി, ഫീമെയിൽ റൈറ്റർ ആണെങ്കിൽ ഷീ. അടുത്ത് നമ്മൾ സ്റ്റഡീഡ് അറ്റ്. എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കുന്നു? സ്റ്റഡീഡ് അറ്റ്. ഏത് സ്കൂൾ അല്ലെങ്കിൽ കോളേജ്. അല്ല ഇനി ഡിഗ്രിയാണ് അവിടെ എഡ്യൂക്കേഷൻ തന്നിരിക്കുകയാണെങ്കിൽ ഹി ഓർ ഷീ took. അടുത്ത് നെയിം ഓഫ് ദ ഡിഗ്രി എഴുതുക. ഫ്രം. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി, കോളേജ് ആണെങ്കിൽ കോളേജ്. ഈ രണ്ട് രീതിയിലും എഡ്യൂക്കേഷൻ എഴുതാം. അടുത്ത് വേറെയും പല രീതികളുണ്ട്. ഷീ വാസ് അല്ലെങ്കിൽ ഹി ഓർ ഷീ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ്, എവിടെയാണെന്നുള്ളത് ആ രീതിക്ക് എഴുതാം. ഇനി പ്രൊഫഷൻ ഏതൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ ജോലി, കരിയർ, അതും ഫസ്റ്റ് ഹി അല്ലെങ്കിൽ ഷീ വാസ് എ പോയറ്റ് അല്ലെങ്കിൽ ആൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഡ്രമാറ്റിസ്റ്റ്. അപ്പോൾ ഹി ഓർ ഷീ വാസ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് ഏത് മേഖലകളാണെന്ന് എഴുതുക. അല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ ഹി ഓർ ഷീ വർക്ക്ഡ് ആസ് എന്ന് കൊടുത്തതിന് ശേഷം സൂചനകൾ എന്താണെന്ന് വെച്ചാൽ എഴുതുക. എല്ലാം ആൻഡ്. ഇപ്പോൾ രണ്ടിൽ കൂടുതൽ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതിന് തൊട്ട് മുൻപ് ആൻഡ് കൊടുക്കുക. അവാർഡ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും? ഹി അല്ലെങ്കിൽ ഷീ ഗോട്ട് അല്ലെങ്കിൽ റിസീവ്ഡ് എന്ന് എഴുതിയിട്ട് കിട്ടിയ അവാർഡുകൾ എഴുതുക. ദ നെക്സ്റ്റ് ഫേമസ്, നോട്ടബിൾ അല്ലെങ്കിൽ ലാസ്റ്റ് വർക്ക്സ് ആയിരിക്കാം. അപ്പോൾ അവിടെ മാത്രം നമ്മൾ ഹി അല്ലെങ്കിൽ ഷീ വരുന്നില്ല, പകരം ഹിസ് അല്ലെങ്കിൽ ഹെർ. അപ്പോൾ എല്ലാ ഇതിലും ഹി ഷീ ആണ് കൊടുത്തത്. ഇതിൽ വന്നപ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറി? ഹിസ് അല്ലെങ്കിൽ ഹെർ. ഏതിനാണ് ആ ഒരു ചേഞ്ച് വരുന്നത്? നോട്ടബിൾ വർക്ക്സ്, മേജർ വർക്ക്സ്, ഫേമസ് വർക്ക്സ് ഇങ്ങനെ തരുമ്പോൾ ഹിസ് ഫേമസ് വർക്ക്സ് ആർ, ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ. ഓക്കെ. ഒന്നാണെങ്കിൽ ഒരേ ഒരു വർക്കാണുള്ളതെങ്കിൽ ഹിസ് ഫേമസ് വർക്ക് ഈസ്. ഓക്കെ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എല്ലാം എഴുതുക. ലാസ്റ്റ് വരുന്നതിന് തൊട്ട് മുൻപ് ആൻഡ് കൊടുക്കുക. ദ നെക്സ്റ്റ് ഹിൻറ്റ്, ഡെത്ത് എന്തായി മാറും? ഡൈഡ്. ഹി അല്ലെങ്കിൽ ഷീ തുടക്കത്തിൽ കൊടുക്കുക. ഡൈഡ് അല്ലെങ്കിൽ പാസ്ഡ് അവേ. പിന്നെ നോക്കുക, ഡേറ്റും മന്തും ഇയറും ഒക്കെ ആണെങ്കിൽ അതിന് മുൻപ് ഓൺ. വെറും ഇയർ മാത്രമാണെങ്കിൽ ഇൻ. ഓക്കെ. സോ ഇതിലെല്ലാം തുടക്കം, ഫസ്റ്റ് സെൻറ്റൻസ് പോയിട്ട് എല്ലാം തുടക്കം ഹി അല്ലെങ്കിൽ ഷീ നമ്മൾ കൊടുത്തു. ഒന്നിന് മാത്രം അത് എന്തായിട്ട് മാറുന്നു? ഹിസ് അല്ലെങ്കിൽ ഹെർ. ദിസ് ഈസ് എ മെത്തേഡ് ടു റൈറ്റ് ദ പ്രൊഫൈൽ. ഇനി ഈ ഒരു രീതി മാത്രമല്ല, നമുക്ക് വ്യത്യസ്തമായി പല രീതികളിലും എഴുതാം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഇതിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് വരുന്നത് സ്പൗസ് എന്ന് തന്നിരിക്കും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്പൗസ്? ലൈഫ് പാർട്ട്ണർ, ജീവിത പങ്കാളിയാണ് സ്പൗസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ മെയിൽ റൈറ്റർ ആണെങ്കിൽ ഹിസ് വൈഫ് ഈസ്, ഫീമെയിൽ റൈറ്റർ ആണെങ്കിൽ ഹെർ ഹസ്ബൻഡ് ഈസ്. പേര് എഴുതുക. സ്പൗസ് എന്ന് തന്നിരിക്കുന്നത് കൂടെയുള്ള ലൈഫ് പാർട്ട്ണർ, ജീവിത പങ്കാളിയാണ്. ഇതുപോലെ വ്യത്യസ്തമായ ചില ഹിൻസുകളൊക്കെ വരാം. ഓക്കെ. സോ look, here is a question. The following information is about the famous person Dr. APJ Abdul Kalam. Prepare a profile of him. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പ്രൊഫൈല് എഴുതുവാനായിട്ട് ചോദിച്ചിരിക്കുകയാണ്.